അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ കർണാടക ബാഗലകോട്ടയിൽ നിന്ന് ഒരു മുസ്ലിം യുവതിയും ഒരു ഹിന്ദു സഹോദരനും ഹിന്ദു യുവകനും അതുപോലെ രണ്ടാളും കല്യാണം കഴിച്ചതാണ് ഹിന്ദു മതത്തിൻ്റെ ആചാരപ്രകാരം. ഇവിടെ പോയത് പോയി എന്നാണ് നമ്മൾ പറയേണ്ടത്. പോയതിൻ്റെ ശേഷം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് പോകുന്നതിന് മുമ്പ് തന്നെ അതിന് നല്ല രീതിയിൽ രക്ഷിതാക്കൾ നോക്കേണ്ടതാണ്. പെൺകുട്ടികളെ നല്ല രീതിയിൽ അതോടുകൂടെ അത് കോളേജിൽ നിന്നോ എവിടെ പോയോ പോകുന്നത് എല്ലാം നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടെ അവരെ വളർത്തേണ്ടതും അവർ വരുന്ന സമയവും പോകുന്ന സമയവും എല്ലാം നിരീക്ഷിച്ചും കൊണ്ട് അതിൻ്റെ രീതിയിൽ നല്ല ഒരു മക്കളാണെന്നുള്ള രീതിയിൽ അവരെ കാത്ത് സംരക്ഷിക്കേണ്ട കടപ്പാടാണ് മാതാപിതാക്കളത്. പോയതിന് ശേഷം കണ്ണീറിട്ട് കാര്യവുമില്ല, കുഴപ്പങ്ങളുണ്ടാക്കിയിട്ടും കാര്യമില്ല. ഇവിടെ നടന്നത് അതാണ്. അല്പം കാണുക അതിന്. ಸುದ್ದಿಗಳನ್ನ ಒಂದೊಂದಾಗಿ ನೋಡ್ತಾ ಹೋಗೋಣ. ಹಿಂದೂ ಯುವಕನೊಬ್ಬ ಮುಸ್ಲಿಂ ಯುವತಿಯನ್ನ ಪ್ರೀತಿಸಿ ಮದುವೆಯಾದ ಘಟನೆ ಬಾಗಲಕೋಟೆಯಲ್ಲಿ ನಡೆದಿದೆ. ಮದುವೆ ಬಳಿಕ ರಕ್ಷಣೆ ಕೋರಿ ಎಸ್ಪಿಗೆ ಪತ್ರ ಬರೆದಿದ್ರು. ಆದರೆ ಮದುವೆಯಾದ ವಿಚಾರ ತಿಳಿದ ಯುವತಿಯ ಪೋಷಕರು ಹಾಗೂ ಹಿಂದೂ ಪರ ಸಂಘಟನೆಯ ಕಾರ್ಯಕರ್ತರು ಪೊಲೀಸ್ ಠಾಣೆಯ ಬಳಿ ಆಗಮಿಸಿದ್ರು. ಹುಡುಗನಿಗೆ ರಕ್ಷಣೆ ಬೇಕೆಂದು ಪ್ರತಿಭಟಿಸಿ ಹೈ ಡ್ರಾಮಾ ಮಾಡಿದ್ರು. ಈ ವೇಳೆ ಕಲ್ಲು ತೂರಾಟ ನಡೆದಿದ್ದು ಪೊಲೀಸರು ಲಾಠಿ ಚಾರ್ಜ್ ಮಾಡಿದ್ರು. ಇಂದು ಸಭೆ ಕರೆದಿರುವ ಮಾಜಿ ಶಾಸಕ ವೀರಣ್ಣ ಚರಂತಿಮಠ ಪೊಲೀಸರ ವಿರುದ್ಧ ಕ್ರಮಕ್ಕೆ ಒತ್ತಾಯಿಸಲಿದ್ದಾರೆ. ಬಾಗಲಕೋಟೆ ಎಸ್ಪಿ ಕಚೇರಿ ಬಳಿ ಮದುವೆ ಗಲಾಟೆ ಸಂಬಂಧ ಮೂವರನ್ನು ಅರೆಸ್ಟ್ ಮಾಡಲಾಗಿತ್ತು. ಬಳಿಕ ಸ್ಟೇಷನ್ ಬೇಲ್ ಮೇಲೆ ರಿಲೀಸ್ ಮಾಡಲಾಗಿದೆ. ಲಾಠಿ ಚಾರ್ಜ್ ಹಾಗೂ ಕಲ್ಲು ತೂರಾಟದಲ್ಲಿ ಗಾಯಗೊಂಡವರನ್ನ ಆಸ್ಪತ್ರೆಗೆ ದಾಖಲಿಸಲಾಗಿದೆ. ഇതാണ് സഹോദരന്മാരെ, നമുക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് മനസ്സിലാക്കണം ആദ്യം എല്ലാവരും. ഇവിടെ ഒരു ചെറിയൊരു കാര്യമാണ് ഇവർ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത്. അവർക്കത് ചെറിയ കാര്യമാണ്. എങ്കിലും ഇവിടെ ഒരുപാട് പാവങ്ങളുള്ള ഈ രാജ്യത്ത് ജീവിക്കാൻ പോലും കഷ്ടമാകുന്ന ഈ കാലത്ത് ഇവർ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് എത്ര ശരിയാണ്? ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ സ്വന്തം കുടുംബത്തിനും മാതാപിതാക്കൾക്കും അവർ കണ്ണീരിടാനും അതുപോലെ കുഴപ്പങ്ങളും സർക്കാരിനും തലവേദന ഈ ഇലക്ഷൻ സമയത്ത് എന്ന് വേണം പറയാൻ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അതിനെ മാതാപിതാക്കൾ കഴിവിൻ്റെ പരമാവധി തടയാൻ നോക്കണം. കഴിവിൻ്റെ പരമാവധി അവർ നല്ല രീതിയിൽ അവർ വരുന്നതും പോകുന്നതും കാര്യത്തിൽ നല്ല ശ്രദ്ധയോടുകൂടി അവരെ വളർത്താൻ ശ്രമിക്കേണ്ടതാണ് മാതാപിതാക്കൾ, പെൺകുട്ടികളെ പ്രത്യേകിച്ച്. പിന്നെ ആരെയോ പറഞ്ഞ് അവൻ്റെ കൂടെ ഓടിപ്പോയതാണ്, അവനും കൂട്ടിക്കൊണ്ടു പോയതാണ് എന്ന് ആരോപിച്ചിട്ടൊന്നും കാര്യമില്ല. എല്ലാ ദിവസങ്ങളും പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വരെ നല്ല ശ്രദ്ധയോടുകൂടെ വളർത്തിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഇല്ലാതെ ജീവിക്കാൻ കഴിയും. ഇതാണ് കുറച്ച് കാലമായി കുറച്ച് മാസങ്ങളായി കേരളത്തിൽ നിന്ന് ഇതുപോലെയുള്ള ന്യൂസ് വരാതെ കുറച്ച് ഒരു 2-3 മാസമോ എന്തോ ആയി, അത്രേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അതുപോലെ ഇത് നടന്നത് ബാഗലകോട്ടയുടെ ബാദാമി എന്ന് പറഞ്ഞാലും 2018 നിന്ന് 2023 വരെ നമ്മുടെ ഇവിടുത്തെ കർണാടകയുടെ മുഖ്യമന്ത്രി MLA ആയിരുന്ന സ്ഥലമാണ് ബാദാമി. അപ്പോൾ ഇവിടെ മാൻതേശ് എന്ന് പറയുന്ന യുവാവും റുബീന എന്ന് പറയുന്ന ഒരു യുവതിയുമാണ് കല്യാണം കഴിച്ചത്. നമ്മൾ എത്ര ഒരു ജാഗ്രതയോടുകൂടെ പെൺകുട്ടികളെ നോക്കിയാലും എത്ര ജാഗ്രതയോടുകൂടി ജീവിച്ചാലും മതിയാവാത്ത ഒരു കാലമാണ്. അതുപോലെ അധികാരികൾ തന്നെ തമ്മിൽ അടുപ്പിക്കാനും അധികാരത്തിൽ കയറിയവരും ഇത് ഇപ്രാവശ്യം കയറാൻ കഴിയാത്തവരും
MP ഇലക്ഷനിൻ്റെ അതിൻ്റെ ഫലത്തിൻ്റെ ഈ സമയവും എല്ലാം ആകുമ്പോൾ കുഴപ്പങ്ങളാണ് കർണാടകയിൽ, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര നമ്മളെ മക്കൾ നല്ല രീതിയിൽ വളർത്താൻ നോക്കണം സഹോദരന്മാരെ. അതാണ് നമ്മൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഇതുകൊണ്ട് എത്ര ആൾക്കാണ് ബുദ്ധിമുട്ട്, കുഴപ്പങ്ങൾ, ജോലിക്ക് പോവാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം സംഭവിക്കുന്നു. ഒരു യുവാവും ഒരു യുവതിയുടെ ഒരു പ്രേമവിവാഹം ഇതിനെല്ലാം ബുദ്ധിമുട്ട് തടസ്സമാകുന്നു എന്ന് പറഞ്ഞാൽ എത്ര ഇന്നത്തെ കാലത്ത് ഈ വിദ്യാഭ്യാസമുള്ള കാലത്ത് ഇവർ ഇങ്ങനെ ചെയ്താൽ എന്തിന് വേണം? അവരവരുടെ സമുദായത്തിൽ തന്നെ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാം ഉണ്ടായിരിക്കെ ഇതുപോലെയുള്ള ഒരു വിവാഹം ആവശ്യമുണ്ടോ എന്ന് ഇനിയുള്ളവരാണെങ്കിലും ചിന്തിച്ച് നമ്മൾ ജീവിക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. അതുപോലെ പിതാക്കളും നല്ല ശ്രദ്ധയോടുകൂടെ മക്കളെ വളർത്താൻ ശ്രമിച്ചേ പറ്റൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.